Hi guys, welcome to another video. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫോറക്സ് ട്രേഡിംഗ് ഒഫീഷ്യലായിട്ട് ലീഗലായിട്ട് ഇന്ത്യയിൽ എങ്ങനെ ചെയ്യാമെന്നാണ് പറയുന്നത്. ആക്ച്വലി നിങ്ങൾ ഒരുപക്ഷെ പലയിടത്തും അഡ്വർടൈസ്മെന്റ് ആയിട്ട് IQ ഓപ്ഷൻസ്, ഒളിമ്പിക് ട്രേഡ് തുടങ്ങി പല ട്രേഡിംഗ് ആപ്ലിക്കേഷൻസിന്റെയും അഡ്വർടൈസ്മെന്റ്സ് കണ്ടിരിക്കും. അവയൊന്നും ആക്ച്വലി ഒരു ഒഫീഷ്യലി ലീഗലി ഉള്ള ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസ് അല്ല. ഇന്ത്യയിൽ ലീഗലി എങ്ങനെ നമുക്ക് ഫോറക്സിൽ ട്രേഡ് ചെയ്യാം, ഇതിന്റെ ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുക, എന്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുകയും ചെയ്യാം. അതുപോലെ ബിഗിനേഴ്സ് തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണിത്. കാരണം ഏറ്റവും കുറഞ്ഞ ക്യാപിറ്റലിൽ ട്രേഡിങ് എങ്ങനെ പഠിച്ചെടുക്കാം എന്നുള്ളത് ഫോറക്സിന്റെ പ്രത്യേകതയാണ്. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് വാച്ച് ദിസ് വീഡിയോ. ഫോറിൻ എക്സ്ചേഞ്ച് എന്നുള്ള വാക്കിൽ നിന്നാണ് ഫോറക്സ് എന്ന ടേം ഉണ്ടായത്. എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഫോറക്സ് ഉണ്ടായതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉദാഹരണ സഹിതം വ്യക്തമാക്കാം. ഉദാഹരണത്തിന് എനിക്ക് US നിന്ന് എന്തെങ്കിലും വാങ്ങണം എന്ന് കരുതുക. ഞാനത് വാങ്ങുന്നതിന് $, കണ്ടെത്തണം. കാരണം അവിടെ ട്രേഡ് ചെയ്യുന്നത് എപ്പോഴും $ലായിരിക്കും. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇന്ത്യൻ റുപ്പീസാണ് ഉള്ളത്. അപ്പോൾ ഇന്ത്യൻ റുപ്പീസ് കൊടുത്ത് ഞാൻ $, ഉള്ള ഒരാളുടെ കയ്യിൽ നിന്നും $, വാങ്ങും. അങ്ങനെ ഒരു $, കിട്ടാൻ ഞാൻ എത്ര ഇന്ത്യൻ റുപ്പീസ് ചെലവാക്കണം എന്ന് കണക്കാക്കണം. അങ്ങനെ ആ പൈസ അയാൾക്ക് കൊടുക്കുകയും വേണം. ഇങ്ങനെ നടത്തുന്ന ട്രേഡുകൾക്കാണ് ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഉള്ള പ്രൊഫഷണൽ ഫോറക്സ് ട്രേഡേഴ്സ് എന്താ ചെയ്യുകയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉള്ള ട്രേഡിംഗ് അവസരങ്ങളിൽ നിന്ന് ലാഭമുണ്ടാക്കാനായിട്ടാണ് ശ്രമിക്കുക. അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ ഒരാളുടെ കയ്യിൽ നിന്നും $1000 75 രൂപ കൊടുത്ത് വാങ്ങിയെന്ന് കരുതുക. ഒരു മാസത്തിന് ശേഷം അത് ഞാൻ മറ്റൊരാൾക്ക് ആ $, 76 രൂപയ്ക്ക് വിറ്റുമെങ്കിൽ എനിക്ക് $1 1 രൂപ വെച്ച് ലാഭം ലഭിക്കുകയും അങ്ങനെ $1000 എനിക്ക് 1000 രൂപ ലാഭം ലഭിക്കുകയും ചെയ്യും. ഇങ്ങനെ ട്രേഡ് ചെയ്താണ് ഫോറക്സ് ട്രേഡേഴ്സ് ലാഭം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞത് ഫ്യൂച്ചേഴ്സ് ട്രേഡിൻ്റെ ഒരു ഉദാഹരണമാണ്. അതായത് കറൻസി USDINR ഫ്യൂച്ചർ ട്രേഡിൻ്റെ ഒരു ഉദാഹരണമാണ്. ഇതുപോലെ തന്നെ ഓപ്ഷനിൽ ട്രേഡ് ചെയ്തും നമുക്ക് ലാഭം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ത്യയിൽ ഇങ്ങനെ ഫോറക്സ് ട്രേഡിംഗ് നടത്താൻ കഴിയുന്ന ഒരു എക്സ്ചേഞ്ചാണ് NSEയുടെ കറൻസി ഡെറിവേറ്റീവ് എക്സ്ചേഞ്ച്. അത് ഷോർട്ടായിട്ട് CDX എന്ന് പറയും. അവിടെ ട്രേഡിംഗ് നടത്തുന്നത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലാണ്. അതിൽ അലോ ചെയ്തിട്ടുള്ള കറൻസീസ് എന്ന് പറയുന്നത് ഇന്ത്യൻ റുപ്പീസിൻ്റെ കൂടെ $, GBP, യൂറോ, അതേപോലെ ജാപ്പനീസ് yen, ഇത്രയാണ്. അതായത് അവൈലബിൾ പേഴ്സ് എന്ന് പറയുന്നത് USDINR, യൂറോ INR, GBP INR ആൻഡ് JPY INR. ഇതേപോലെ തന്നെ ക്രോസ് കറൻസി ഡെറിവേറ്റീവ്സും ഉണ്ട്. അതായത് USD, യൂറോ. പക്ഷേ അവ നിലവിൽ റീറ്റെയിൽ ട്രേഡേഴ്സിന് അധികം ട്രേഡ് ചെയ്യാൻ അവൈലബിൾ അല്ല. കാരണം പല ബ്രോക്കേഴ്സും അത് എനേബിൾ ചെയ്തിട്ടില്ല. ഈ പറഞ്ഞവയിൽ തന്നെ ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യപ്പെടുന്നത് $, INR പെയറാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. $, INR ട്രേഡ് ചെയ്യുന്നതിൽ ഒരു ലോട്ട് എന്ന് പറയുന്നത് $1000 ആണ് ഒരു ലോഡിലുണ്ടാവുക. ഒരു ഫ്യൂച്ചേഴ്സിൻ്റെ ലോഡിലോ അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ്റെ ലോഡിലോ $1000 ആണ് ഉണ്ടാവുക. അപ്പോൾ അതിൽ തന്നെ ഓപ്ഷൻസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഓപ്ഷൻ്റെ സ്ട്രൈക്ക് പ്രൈസ് ഇൻ്റർവെല്ലിൽ വരുന്നത് 0.25 വെച്ചിട്ടാണ്. അതായത് 75 രൂപയ്ക്ക് ഒരു സ്ട്രൈക്ക് പ്രൈസ് ഉണ്ടാവും. അതായത് 75 CE, 75 PE, അതേപോലെ തന്നെ 75.25 CE, 75.25 PE, അങ്ങനെയാണ് സ്ട്രൈക്ക് പ്രൈസുകൾ വരിക. അതേപോലെ ടിക്ക് സൈസ് എന്ന് പറയുന്നത് അഥവാ ഒരു മൈന്യൂട്ട് ചേഞ്ച്, ഏറ്റവും ചെറിയ ചേഞ്ച് എന്ന് പറയുന്നത് 0.0025 ആയിരിക്കും. അതായത് 75 കഴിഞ്ഞാൽ അടുത്ത ട്രേഡിംഗ് ലെവൽ എന്ന് പറയുന്നത് 75.0025, അങ്ങനെയായിരിക്കും ട്രേഡിംഗ് നടക്കുക. ഇനി നമുക്ക് റീറ്റെയിൽ ട്രേഡേഴ്സിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ലോട്ട് ട്രേഡ് ചെയ്യാനായിട്ട് ഏകദേശം 2000 രൂപ മാത്രം മതി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം ഇങ്ങനെ ഏറ്റവും ചെറിയ ക്യാപിറ്റൽ മാത്രം ആവശ്യമുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ചെയ്ത് പഠിക്കാനായിട്ട്, അതായത് റീറ്റെയിൽ ട്രേഡേഴ്സിന് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ചെയ്ത് പഠിക്കാനായിട്ട് ഏറ്റവും നല്ല ഒരു കാര്യം എന്ന് പറയുന്നത് ഫോറക്സ് ട്രേഡിംഗ് ആയിരിക്കും. അതായത് USDINR തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ അതുപോലെ തന്നെ USDINRൽ വീക്ക്ലി എക്സ്പയറി, മന്ത്ലി എക്സ്പയറീസും ഉണ്ട്. വീക്ക്ലി എക്സ്പയറീസ്, മന്ത്ലി എക്സ്പയറീസും രണ്ടും വെള്ളിയാഴ്ചയാണ് ട്രേഡിംഗ് അവസാനിപ്പിക്കുക. നമ്മൾ ഇക്വിറ്റീസിൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ ഡേ എൻഡിലാണ് എപ്പോഴും ട്രേഡിങ് ഇതിൻ്റെ എക്സ്പയറി വരിക. അതായത് 3:30 ഈ
ഫ്യൂച്ചേഴ്സ് അല്ലെങ്കിൽ ഓപ്ഷൻ്റെ എക്സ്പയറി വരിക. പക്ഷേ ഈ ഫോറക്സ് ട്രേഡിങ്ങിൽ അവയുടെ എക്സ്പയറി വരുന്നത്, അതായത് USDINR എക്സ്പയറി വരുന്നത് ഉച്ചയ്ക്ക് 12 മണിക്കാണ്. അതായത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് അത് എക്സ്പയർ ആവും. അതേപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ട്രേഡ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് 9 മുതൽ 5 മണി വരെയാണ്. പക്ഷേ ഇക്വിറ്റി മാർക്കറ്റിൽ നമുക്കറിയാം 3:30 വരെയാണ്. ഇവിടെ 5 മണി വരെ ഫോറക്സ് ട്രേഡിങ് നടക്കുന്നുണ്ട്, 9 മുതൽ 5 മണി വരെ. അപ്പോൾ നമുക്കിങ്ങനെ ഫോറക്സ് ട്രേഡിംഗ് ഒഫീഷ്യലായിട്ട് ചെയ്യാവുന്ന സ്ഥലമാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ കറൻസി ഡെറിവേറ്റീവ് സെഗ്മെൻറ്റായ CDS NSECDX. അപ്പോൾ അതിനകത്ത് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബ്രോക്കറുടെ അടുത്ത്, അതായത് NSEയിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ബ്രോക്കറുടെ അടുത്ത് നമുക്കൊരു അക്കൗണ്ട് ആവശ്യമാണ്. അത് ധാരാളം ബ്രോക്കേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ചില ബ്രോക്കേഴ്സിൻ്റെ അക്കൗണ്ടിൽ ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും സെറോദയാണ്. അപ്പം ആ 3-4 ബ്രോക്കേഴ്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ലിങ്കിലൂടെ പോയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇത് സെറോദയുടെ ഒരു ട്രേഡിംഗ് ആപ്പാണ്, കൈറ്റ് എന്ന് പറയും. അതിനകത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും USDINR പലതരം പെയേഴ്സ് ഉണ്ട്, പലതരം ഡെറിവേറ്റീവ്സ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ഇട്ടേക്കുന്നത് USDINR ജൂലൈ ഫ്യൂച്ചർ, അതായത് ജൂലൈയിൽ എക്സ്പയർ ആവുന്ന ഫ്യൂച്ചറാണ്. അതേപോലെ പിന്നുള്ളത് വീക്ക്ലി എക്സ്പയറി, മന്ത്ലി എക്സ്പയറി ആയിട്ടുള്ള വിവിധതരം ഓപ്ഷൻസാണ് വീക്ക്ലി എക്സ്പയറി ഉള്ളത്. അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ ഒരെണ്ണം സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ പേരടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വരും. അതായത് ഇപ്പോൾ എനിക്ക് USDINR 17 ജൂലൈ 69 CE. ഞാൻ ജസ്റ്റ് അടിച്ചു കൊടുത്തോണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്, അത് അവിടെ ആഡാവും. നെറ്റ് അല്പം സ്ലോ ആണ്. അപ്പോൾ അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്ത് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങളെ കാണിച്ചു എന്നുള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. എൻ്റെ അഭിപ്രായത്തിൽ ബിഗിനേഴ്സ് തീർച്ചയായിട്ടും മറ്റ് ട്രേഡിങ്ങുകളിലേക്കൊക്കെ പോകുന്നതിന്, അതായത് ഇക്വിറ്റിയിൽ അല്ലെങ്കിൽ കമ്മോഡിറ്റിയിലൊക്കെ ഒരു പൊസിഷൻ എടുക്കുന്നതിന് മുന്നേ തീർച്ചയായിട്ടും നിങ്ങൾ ഫോറക്സിൽ ട്രേഡ് ചെയ്ത് നോക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വളരെ ചെറിയ ക്യാപിറ്റലാണ് ആവശ്യം വരിക. ഏകദേശം 2000 രൂപയാണ് ഒരു ഓപ്ഷൻ്റെ ഒരു ലോട്ട് എടുക്കാനായിട്ട് ആവശ്യം വരിക. അതേപോലെ ഫ്യൂച്ചേഴ്സിലാണെങ്കിലും പൊസിഷൻ എടുക്കാനായിട്ട് ഒരു 2000 രൂപയുടെ ആവശ്യമേ വരത്തുള്ളൂ, 2000 അല്ല 2500. അതേപോലെ തന്നെ നമുക്ക് വരുന്ന മാക്സിമം ലോസ് എന്ന് പറയുന്നത് ഒരു ഏകദേശം 500 രൂപയാണ് സാധാരണ വരിക. അതിൽ കൂടുതൽ ലോസ് വരാൻ സാധ്യത തീരെ കുറവാണ്. അപ്പോൾ ഇങ്ങനെയുള്ളതുകൊണ്ട് മറ്റേത് ട്രേഡ് എടുക്കുന്നതിനേക്കാളും മുന്നേ ആയിട്ട് ഫസ്റ്റ് നമ്മൾ ഫോറക്സിലൊരു ട്രേഡ് എടുത്ത് നോക്കുന്നത് ഇതിൻ്റെ കൺസെപ്റ്റ് പഠിക്കാനായിട്ട്, പ്രത്യേകിച്ചും ഓപ്ഷൻസിൻ്റെ കൺസെപ്റ്റ് പഠിക്കാനായിട്ടും വളരെയധികം സഹായിക്കുന്നതാണ്. അതായത് കുറഞ്ഞ ക്യാപിറ്റൽ നമുക്കധികം കൈകൊള്ളാതെ തന്നെ എല്ലാം ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഹെഡ്ജിങ്, വിവിധതരം ഓപ്ഷൻ സ്ട്രാറ്റജീസ് അതൊക്കെ പഠിച്ചെടുക്കാനായിട്ട് ഓപ്ഷൻ്റെ ട്രേഡിലൂടെ നമുക്ക് USDINR അല്ലെങ്കിൽ ഫോറക്സിൽ ട്രേഡ് ചെയ്യുന്നതിലൂടെ കുറഞ്ഞ ക്യാപിറ്റലിലൂടെ സാധിക്കും. അപ്പോൾ ഇക്വിറ്റിയിലോ കമ്മോഡിറ്റിയിലോ ഒക്കെ പോവുകയാണെങ്കിൽ വളരെയധികം വലിയ ക്യാപിറ്റലാണ് അതിന് വേണ്ടി വരിക. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. സോ എല്ലാവരും ട്രേഡേഴ്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ. അതിനുശേഷം മാത്രം ഇക്വിറ്റിയിൽ അല്ലെങ്കിൽ കമ്മോഡിറ്റിയിലൊക്കെ പൊസിഷൻ എടുക്കുക. സോ താങ്ക് യു ഫ്രണ്ട്സ്.